നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ നമുക്കറിയാം ഏറെ കാലമായി പരിക്കിന്റെ പിടിയിലാണ്. അദ്ദേഹം കളിക്കളത്തിലേക്ക് അവസാനമായി എത്തിയത് ബ്രസീലിന് വേണ്ടി കളിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഈ സീസണിൽ കേവലം വിരലിൽ എണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. മാത്രമല്ല സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഹിലാലിന്റെ ഭാഗമാണ് നിലവിൽ നെയ്മർ ജൂനിയർ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് നെയ്മർ ജൂനിയർ ഒരു ആഡംബര വീട് ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നിർമ്മിച്ചിരുന്നു. ആ വീടിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു തടാകം നിർമ്മിക്കുകയും ചെയ്തിരുന്നു. ഇത് ബ്രസീലിൽ വലിയ വിവാദമായി. പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു കൃത്രിമ തടാകം നിർമ്മിച്ചിരുന്നത്. ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ പരിസ്ഥിതി പ്രവർത്തകർ കേസ് നൽകിയിരുന്നു. ഇതോടുകൂടി ഇത് വലിയ രൂപത്തിൽ ശ്രദ്ധ പിടിച്ചുപറ്റി. തുടർന്ന് ഇക്കാര്യത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ട് എന്ന് തെളിഞ്ഞാൽ ഏകദേശം $3 മില്യൺ നെയ്മർ ജൂനിയർ ഫൈൻ ആയിക്കൊണ്ട് നൽകേണ്ടി വരും എന്നുള്ളതാണ്. അതൊരു വലിയ തുക തന്നെയാണ്. എന്നാൽ ഈ ഒരു വലിയ പിഴയിൽ നിന്നും നെയ്മർ ജൂനിയർ ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തെന്നാൽ അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അത് നെയ്മർക്ക് അനുകൂലമായിരുന്നു. എൻവിറോൺമെന്റൽ അതോറിറ്റിക്ക് മുന്നിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നെയ്മർ ജൂനിയർ അവിടെ നിയമം ലംഘിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുകയായിരുന്നു. അതായത് നെയ്മറുടെ ആ ഒരു നിർമ്മാണത്തിന് പ്രത്യേക പെർമിഷന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ ഇപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നെയ്മർ ഈ ഒരു പിഴയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പരിസ്ഥിതി പ്രവർത്തകർ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഒരു സാധ്യതകളെ തള്ളിക്കളയാനാവില്ലെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.